അത്തരത്തിൽ കാണാതാവുമ്പോൾ ഇവരെല്ലാം ബാക്കിയുള്ള കുടുംബാംഗങ്ങളെല്ലാം ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഉൾപ്പെടെയുള്ള ആളുകൾ ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇവർ ഈ കാണാതായ സമയത്ത് തന്നെ ആ ഭാഗത്തെല്ലാം ഇറങ്ങി തെരഞ്ഞതാണ്. എന്നാൽ അന്നൊന്നും ഈ മൃതദേഹം കണ്ടെത്താനായില്ല. മാത്രമല്ല കിട്ടിയ മൃതദേഹത്തിന് അത്തരത്തിൽ കാലപ്പഴക്കമില്ല എന്നാണ് വലിയച്ഛൻ നമ്മളോട് പ്രതികരിച്ചത്. അപ്പോൾ അത്തരത്തിൽ വലിയ ദുരൂഹത തന്നെ ഈ കുടുംബം ആരോപിക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടിയുടെ ഒരു ബന്ധു നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇതിൽ ദുരൂഹത ഉണ്ട് തന്നെയാണല്ലേ ആരോപണം? ഞാൻ ബന്ധുവല്ല, അയൽവാസിയാണ്. ദുരൂഹതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ശക്തമായി ആരോപണം വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ നഷ്ടപ്പെട്ട സമയം മുതൽ നമ്മൾ ആവശ്യപ്പെട്ട രീതിയിലുള്ളൊരു സഹകരണം അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ആക്ഷേപം തന്നെയാണ് നമുക്ക് ഉള്ളത്. ദുരൂഹത ഉണ്ട് എന്നുള്ള 100% നമ്മൾ സംശയിക്കുന്നുണ്ട്. കാരണം അപകടം ഉണ്ടായ സമയം മുതൽ നമ്മൾ ആവശ്യപ്പെട്ട രീതിയിലൊരു സഹകരണമോ അന്വേഷണമോ അവിടെ വേണ്ട രീതിയിൽ അവിടെ 150 ആളുകളുടെ സേനകൾ വന്ന് അന്വേഷണം നടന്നിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ സംശയിക്കുന്ന രീതിയിലുള്ള ഒരു അന്വേഷണത്തിന് അവർ തയ്യാറായില്ല എന്നുള്ള ഒരു പ്രശ്നമാണ്. ഇല്ല കഴിഞ്ഞിട്ടില്ല. നമ്മുടേതായ രീതിയിലുള്ള അന്വേഷണം ഒരു 10 മിനിറ്റ് കൊണ്ടാണ് ഇപ്പോൾ ഈ കുട്ടിയെ കാണാതായി എന്ന് പറയുന്നത്. പോയിട്ടുണ്ട്. അവരെ ബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഞാൻ അവരായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ആ ബന്ധപ്പെടുന്ന സമയങ്ങളിൽ മുഴുവൻ ഈ പറഞ്ഞ രീതിയിൽ അവർ നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ 3 രീതിയിലുള്ള സംശയങ്ങളാണ് ആദ്യം മുതലുണ്ടായിരുന്നത്. ഒന്നാമത്തെ, ഈ കുട്ടിക്ക് അത്ര ഏജ് ആയിട്ടില്ല, 15 എന്നുള്ളത് മറ്റു രീതിയിൽ സംശയിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾക്കൊന്നും ഇല്ലല്ലോ പുതിയ കാലത്തിനനുസരിച്ച്. രണ്ടാമത്, ഒന്നുകിൽ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അപകടം സംഭവിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. മൂന്നാമത്, നമ്മൾ കിഡ്നാപ്പിംഗ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളൊക്കെ സംശയിച്ചിരുന്നത്. അപ്പോൾ ആ പ്രദേശത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു സാധ്യതകളുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ്. ശക്തമായൊരു അന്വേഷണം വേണം. തീർച്ചയായിട്ടും ഇതിനൊരു അന്വേഷണം വേണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. കാരണം അവിടെ നമ്മൾ ഈ സംഭവം നടന്നൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് CC ക്യാമറ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. വലിയച്ഛൻ പറഞ്ഞിരുന്നു, ആ കടകളിലെ ആളുകളെ ഒന്നും ചോദ്യം ചെയ്യില്ല, അതുപോലെ തന്നെ പ്രാദേശികരെ ഒന്നും ചോദ്യം ചെയ്തില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിലൊക്കെ ഒരു ദുരൂഹതയുണ്ട്. ഉണ്ട്. അതായത് ഈ അവിടെ ഇരുന്ന് കുറച്ച് ഭിക്ഷക്കാരുണ്ട്. വളരെ കുറച്ച് പേരെ അവിടെ വരുന്നുള്ളൂ. ഒന്ന്, ഭിക്ഷക്കാർക്ക് അവിടെ തമ്പടിക്കേണ്ടത് എന്താണെന്നുള്ള നമുക്കറിയില്ല. നമുക്ക് അത്ര വലിയ പരിചയമുള്ള സ്ഥലമല്ല. അപ്പോൾ ഈ അവരിരുന്ന ഭാഗത്തുള്ള തട്ടും പൈസയും അവിടെ കടന്നിരുന്നു അത്രേ. അതുപോലെ എടുക്കാതെയാണ് ഭിക്ഷക്കാർ അവിടെ നിന്ന് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഇവരിപ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവ്. ഇപ്പോൾ ഇവിടെ വന്ന ഈ പറയുന്ന കർണാടക പോലീസ് ഉണ്ടല്ലോ, അവരോട് നിങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞു? കർണാടക പോലീസിൻ്റെ ആളുകൾ വന്നിരുന്നു. അവർ മാന്യമായ രീതിയിൽ തന്നെ സംസാരിച്ചു. അവർ ഇടപെടുന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിരുന്നു. അവരുടെ നിസ്സഹായാവസ്ഥ അവർ ബോധ്യപ്പെടുത്തി. എന്നിരുന്നാൽ കൂടി അവിടെയൊക്കെ നമുക്ക് പറയാനുള്ളതാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ഒരു സംശയം അങ്ങോട്ട് പറഞ്ഞു. ആ സംശയത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.